ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ ടെറസിൻ്റെ മുകളിലേക്ക് വന്നതാട്ടോ. അപ്പം ഞാൻ പച്ചമുളകിൻ്റെ ഒരു തൈ അവിടെ ഉണ്ടായി. അപ്പോൾ അതിനകത്ത് മുളകുണ്ടെങ്കിൽ പറിക്കാമെന്ന് വിചാരിച്ചാൽ വന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ ക്യാമറ ഉണ്ടായി, ഫോൺ ഉണ്ടായി. അപ്പോൾ ഞാനെന്നാൽ അതൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കുറേ മാറ്റി നടാറായി നിൽപ്പുണ്ട് കേട്ടോ. നമ്മുടെ കുറേ പോട്ടുകളെല്ലാം പോയിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് നമ്മൾ കപ്പ നട്ട് പറിച്ചില്ലേ, ആ ഒരു പെട്ടിയാണ്. പക്ഷെ അത് എല്ലാം പൊളിഞ്ഞു പോയിട്ടോ. അതിൻ്റെ കുറേ ഇങ്ങനെ തിങ്ങി നിന്നതല്ലേ കപ്പയൊക്കെ. പിന്നെ ഇത് നമ്മൾ കീര നട്ടിരുന്നതാണ്. അത് കണ്ടില്ലേ, അതാകെ ഉണങ്ങി കരിഞ്ഞു പോയി. ഇത് വെയിലിൻ്റെ ശക്തി കൊണ്ട് ഉണങ്ങിപ്പോയതല്ല കേട്ടോ. ഞാൻ നന്നായിട്ട് നനച്ചു കൊടുത്തുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഇത് വെള്ളപ്രാണി കയറി നശിപ്പിച്ച് കളഞ്ഞതാണ്. ഒരു മിലിബഗ് എന്ന് പറയുന്ന വെളുത്ത കളറിലുള്ള പ്രാണിയുണ്ട്. അത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഏരിയ മുഴുവൻ അത് നശിപ്പിച്ചിട്ടായിട്ട് പോവുള്ളൂ. പിന്നെ ഇത് കണ്ടോ, ഇതെൻ്റെ സ്റ്റാർ ഫ്രൂട്ടാണ്. ഇത് ആദ്യമായിട്ട് പൂത്തതാണ്. കുറേ നാളായിട്ട് ഞാനിതിങ്ങനെ നട്ട് വെച്ചേക്കണത്. ഞാനൊരു ഡ്രമ്മിലാണ് നട്ടേക്കണത്. ഇപ്പോൾ ഒരു 3 വർഷമൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ അതിന് ഇതാ പൂ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ നല്ല സന്തോഷമായിട്ടോ. പിന്നെ ഇവിടെ തന്നെ നമ്മുടെ ഓരോ പെട്ടികളിലും ഗ്രോ ബാഗുകളിലൊക്കെ ഈ ആകാശമുല്ലയുടെ തൈ മുളച്ച് വരും. ഞാൻ ആകാശമുല്ല നട്ടിട്ടുണ്ടായി ആദ്യം. അപ്പോൾ അതിൻ്റെ വിത്ത് ഇങ്ങനെ ചാടി ചാടി എവിടെയെങ്കിലുമൊക്കെ ഇതിങ്ങനെ മുളച്ച് വരും കേട്ടോ. കാണാൻ നല്ല ഭംഗിയാണ്. അതുകൊണ്ട് ഞാൻ പറിച്ചും കളയൂല. പിന്നെ അത് എനിക്ക് എൻ്റെ പണിയാവും. പിന്നെ അത് ആ ഏരിയ മുഴുവൻ പടരും. പിന്നെ ഇനി ഇതെല്ലാം ക്ലീൻ ആക്കണം. അപ്പോൾ അതൊക്കെ ഇങ്ങനെ മനസ്സിലോർത്തിട്ട് ഇനി ഒരു ദിവസം ഇതിൻ്റെ മുകളിൽ നിൽക്കണം, ഫുൾ ക്ലീൻ ചെയ്യാനും. ഈ പെട്ടികളൊക്കെ മാറ്റി ഇതിൽ വേറെ മണ്ണൊക്കെ നിറച്ച് നടണം. ഇത് കുറച്ച് 10 മണി ഞാൻ ചെടിച്ചട്ടികളിൽ വെച്ചിട്ടുണ്ടായി. അപ്പോൾ നല്ല വെയിലായപ്പോൾ അതെല്ലാം ഉണങ്ങി നിന്നപ്പോൾ ഞാൻ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ പെട്ടി ഉണ്ടാക്കി അതിൽ മണ്ണും ചാണകപ്പൊടിയും കരിയിലയൊക്കെ നിറച്ചിട്ട് അങ്ങടേക്ക് മാറ്റി നട്ട് വെച്ചതാണ്. അപ്പോൾ അത് പോവാതെ അത് അവിടെ പിടിച്ച് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇത് നീലാമരി ആട്ടോ. ഇത് പിന്നെ നിത്യകല്യാണി വൈറ്റ് കളറിലുള്ളത്. അങ്ങനെ ഓരോന്നിൻ്റെയും ചോട്ടിക്കട ഇങ്ങനെ നോക്കി നോക്കി നടക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാട്ടോ. രാവിലെ തന്നെ ഇന്ന് ഇങ്ങടേക്ക് കയറി. ഇനി എൻ്റെ താഴെ പണിയൊന്നും നടന്നിട്ടില്ല. പച്ചമുളക് കിട്ടുമോയെന്നറിയാൻ വേണ്ടി കയറി വന്നത്. വന്നത് തൊട്ട് കിട്ടിയിട്ടുമില്ല. ഇത് കണ്ടോ, കട്ടമുല്ലയാണ്. ഈ മുല്ല ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്കിങ്ങനെ ഓരോ മുല്ലപ്പൂവായിട്ട് ഊരി ഊരി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ വെയിലായപ്പോൾ ഞാൻ ഇതിൻ്റെ എല്ലാം ചോട്ടിൽ ഇങ്ങനെ കരിയിലിട്ട് കൊടുത്തിട്ടുണ്ടായി, ചൂടടിക്കാതെ. ഇനിയിപ്പോൾ 2 ദിവസമായിട്ട് ഇവിടെ നല്ല മഴ കിട്ടുന്നുണ്ട്. രാത്രിയൊക്കെ മഴയായിരുന്നു. അപ്പോൾ ഇനി കരിയിലൊക്കെ മാറ്റി കൊടുക്കണം, അല്ലെങ്കിൽ അതിങ്ങനെ അടിഞ്ഞു കിടക്കുമല്ലോ, വറക്കയല്ലേ. അപ്പോൾ വേനക്ക് ഇട്ട് കൊടുത്ത കരിയിലയാണ്. ഇനി അതൊക്കെ മാറ്റി കളയണം. ഇനി താഴെ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കറി വയ്ക്കാനായിട്ട് ചക്കക്കുരു ആട്ടോ. ചക്കക്കുരു ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് കുക്കറിലേക്ക് ഒരു വിസിലടിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ചോറ് ഉണ്ടാക്കാനായിട്ട് വെള്ളം അടുപ്പിൽ വെച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇന്ന് മീൻ കിട്ടിയേക്കണത് ചൂരയാട്ടോ. അപ്പോൾ അതിന് ക്ലീൻ ചെയ്തെടുക്കണം. ഇതവർ ക്ലീൻ ചെയ്ത് തരാനായിട്ട് പോയതാണ് ഇന്നലെ വൈകിട്ട് വാങ്ങാൻ പോയപ്പോൾ. അപ്പോൾ മഴ വന്ന കാരണം ഇനി ക്ലീൻ ചെയ്യേണ്ടെന്ന് പറഞ്ഞ് അത് മേടിച്ചുകൊണ്ട് വന്നു. അതുകൊണ്ട് ഇനി അത് ഒരു പണിയായി. ഇപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്ത് വന്നിട്ടുണ്ട്. കഷ്ണങ്ങളൊക്കെ ഞാൻ മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ അരി ഇട്ടിട്ടാണ് പോയത്. അപ്പോഴത്തേനും ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ അടുപ്പിലേക്ക് ഞാൻ നമ്മുടെ മീനിൻ്റെ തലയും വാലും മുള്ളുള്ള കഷ്ണങ്ങളും എല്ലാം കൂട്ടിയിട്ട് കുറച്ച് മുളക് പൊടിയും കുടംപുളിയും ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വറ്റിച്ചെടുക്കാനായിട്ട് അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ അതിന് നമുക്ക് ഫ്രൈ ചെയ്യാനും പറ്റില്ല. അതിങ്ങനെ വറ്റിച്ച് വയ്ക്കുകയാണെങ്കിൽ നല്ലതാണ്. പിന്നെ അതാ ചക്കക്കുരു കറി വയ്ക്കാനായിട്ട് മാങ്ങ എടുത്തപ്പോൾ ഒരു മാങ്ങ പഴുത്തിരിക്കുന്നത്, അത് കുട്ടികൾ കൊണ്ടുപോയി. പിന്നെ ഞാൻ വേറെ മാങ്ങ കൊണ്ടുവന്നിട്ട് അത് എടുത്തിട്ട് ചക്കക്കുരു മാങ്ങയും കറി വയ്ക്കാനായിട്ട് പോവാണ്. സിമ്പിളായിട്ട് വയ്ക്കാൻ വേണ്ടിയിട്ടോ. ഇതിലിനി ചെമ്മീനോ വേറെ ഒരു കഷ്ണങ്ങളും ചേർക്കാതെ ചക്കക്കുരു മാങ്ങയും മാത്രം ഇട്ടിട്ട് തേങ്ങ അരച്ചൊഴിച്ചിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ചിട്ട് തേങ്ങ അരച്ചൊഴിച്ച് കടുക് വറുക്കും. സിമ്പിളായിട്ടുള്ള കറിയാണ്, നല്ല കറിയാണ്. അങ്ങനെ പിന്നെ കറിയൊക്കെ താളിച്ച് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ മുളക് ചാറ് വെച്ചത് മീൻ കറി അതും റെഡിയായിട്ട് ഞാൻ ആ അടുപ്പിൽ നിന്നും മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി മീൻ ഫ്രൈ ചെയ്യാനാണുള്ളത്. അപ്പോൾ അത് ഞാൻ ഫ്രൈ ചെയ്യാനായിട്ട് ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ടായി. അപ്പോൾ അതും അവിടെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്.
അങ്ങനെ മീനൊക്കെ ഫ്രൈ ചെയ്ത് ആദ്യത്തെ ട്രിപ്പൊക്കെ കഴിഞ്ഞു. പിന്നെ ബാക്കിയൊക്കെ ഫ്രൈ ചെയ്തു. ഊണൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ഞാൻ കുറച്ച് മാങ്ങ ഫ്രിഡ്ജിലിരിപ്പുണ്ടായി. അപ്പോൾ അത് പഴുത്തതും ഉണ്ട്, അതിൻ്റെ കൂടെ പച്ചയുണ്ട്, ചെനച്ചതും ഉണ്ട്, അങ്ങനെ എല്ലാം ഉണ്ട്. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് മാറ്റിയിട്ട് പച്ച കിട്ടുകയാണെങ്കിൽ കറി വയ്ക്കാനായിട്ട് മാറ്റിയും വയ്ക്കാം, പഴുത്തത് ജ്യൂസാക്കാം, അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് അതൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പഴുത്തത് ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇത് മാമ കൊടുത്തുവിട്ട മാങ്ങയാട്ടോ എനിക്ക് വേണ്ടി. പിന്നെ അത് ജ്യൂസ് അടിക്കാനായിട്ട് മാറ്റി വെച്ചു. ബാക്കി ഞാൻ 2 പച്ചമാങ്ങ കിട്ടി. അപ്പോൾ അതിന് തോലെല്ലാം ചെത്തി ഇപ്പം തന്നെ വച്ചതാണ്. ഇനി നാളെ കറി വയ്ക്കാൻ എടുക്കുമ്പോൾ എളുപ്പമായിക്കോട്ടെ എന്ന് വിചാരിച്ച് അതിനി ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞ് ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ നാളത്തെ കറിക്ക് എടുക്കാമല്ലോ. അപ്പോൾ അങ്ങനത്തെ ജോലികളൊക്കെ ചെയ്യാൻ നിൽക്കായിരുന്നു. പിന്നെ അത് ആ ജ്യൂസൊക്കെ അടിച്ചു, അതൊക്കെ റെഡിയാക്കി. പിന്നെ ഞങ്ങളെല്ലാവരും ജ്യൂസൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. വീണ്ടും അടുത്ത വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം.